ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂൺ 14 രാത്രി 12:29 മിഥുന രവി സംക്രമമാണ്. അതായത് സൂര്യൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. അതേപോലെ ജൂൺ 14 രാത്രി 11:08 ബുധനും ആ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നു. അങ്ങനെ മിഥുനം രാശിയിൽ ബുധ ആദിത്യ യോഗം വരുന്നു. അപ്പോൾ സൂര്യൻ്റെയും ബുധൻ്റെയും മിഥുന രാശിയിലെ രാശിമാറ്റം ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധാദിത്യ യോഗം മിഥുന രാശിയിൽ വരുന്നതിൻ്റെ ഗുണദോഷങ്ങൾ. നമ്മൾ 2024 ജൂൺ 14 രാത്രി 2 ഗ്രഹങ്ങളുടെ രാശിമാറ്റം, അതായത് സൂര്യനും ബുധനും. ഇപ്പോൾ ബുധനാണെങ്കിൽ മിഥുനം രാശിയിലേക്ക്, മിഥുനം രാശി ബുധൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പം ബുധൻ സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യനാണെങ്കിൽ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യനും ബുധനും മിഥുന രാശിയിലേക്ക് രാശി മാറുന്നു. ആ മിഥുനം രാശിയിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പം മിഥുനം രാശിയിൽ ആണ് ബുധ ആദിത്യ യോഗം ഉണ്ടാകുന്നത്. ഇപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ ജൂൺ 29 വരെ മിഥുനം രാശിയിൽ ഉണ്ടാകും. സൂര്യനാണെങ്കിൽ ജൂലൈ 15 വരെ ആ മിഥുനം രാശിയിൽ ഉണ്ടാകും. അപ്പം മിഥുനം രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ 3-ാം ഭാവരാശിയാണ്. അപ്പോൾ കാലപുരുഷന്റെ 3-ാം ഭാവരാശിയിൽ ആ രാശ്യാധിപൻ ആ ഭാവത്തിലോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ബുധൻ തന്നെ ആ ഭാവത്തിലേക്ക് വരുമ്പോൾ, പഠിതാക്കൾക്ക്, അക്കാഡമി തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക്, പബ്ലിഷേഴ്സിന്, മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഭാഷാ പണ്ഡിതർക്ക്, ഭാഷാ പരിഭാഷകർക്ക്, IT പ്രൊഫഷണൽസിന്, ഇവർക്കൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ്. സൂര്യനും മിഥുന രാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ബുദ്ധിശക്തി, ഓർമ്മശക്തി ഒക്കെ ഉയരുന്നതിനും പഠന നേട്ടങ്ങൾക്കും, ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും, കോമ്പറ്റീറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തൊഴിലിടത്ത് ഒക്കെ തന്നെ വളരെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതിനും, അവർക്ക് ആ മേഖലകളിലൊക്കെ മികവ് പുലർത്തുന്നതിനും, തൊഴിലിൽ ഉയർച്ചയ്ക്കും ഒക്കെ തന്നെ വഴിയൊരുക്കുന്ന ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇത് പൊതുവായിട്ടുള്ളൊരു സ്ഥിതിയാണ്. കാലപുരുഷന്റെ 3-ാം ഭാവരാശിയിൽ ഈ ഗ്രഹങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന പൊതുവായ അവസ്ഥ. അതേസമയം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെയും സൂര്യൻ്റെയൊക്കെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അവയ്ക്കനുസരിച്ച് ഈ പൊതുഫലത്തിൽ വ്യതിയാനം ഉണ്ടാകും. അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെയും അതുപോലെ സൂര്യൻ്റെയൊക്കെ മിഥുന രാശിയിലേക്കുള്ള രാശിമാറ്റവും ബുധാദിത്യ യോഗം ആ മിഥുനം രാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഈ ബുധൻ്റെയും സൂര്യൻ്റെയൊക്കെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ധനുക്കൂറുകാർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് 7-ാം ഭാവാധിപനാണ്, അതുപോലെ 10-ാം ഭാവാധിപനുമാണ്. അങ്ങനെ 7ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ബുധനും അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ 14 രാത്രി 7-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഇപ്പം ശുക്രനും ആ 7-ാം ഭാവരാശി നിൽക്കുന്ന സമയമാണ്. ഇപ്പം കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനമാണ് 7-ാം ഭാവം എന്നുള്ളത് കൊണ്ട് അവിടെ ധർമ്മ കർമ്മ ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനുമാണ് ആ യോഗം ചെയ്ത് വരുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിലെ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. സർക്കാർ സർവീസിലുള്ളവർക്ക്
ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ പ്രത്യേകിച്ച് 10ലാണ് വരുന്നത്. കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്തിൻ്റെ കർമ്മസ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ സൂര്യനും ബുധനുമായിട്ടുള്ള യോഗം വരിക എന്ന് പറയുന്നത് കർമ്മമണ്ഡലം ശക്തമാകും. തൊഴിലിലൊക്കെ പൊതുവെ അംഗീകാരം, ആദരവ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് തൊഴിലിലെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് അനുകൂലമായ സമയമാണ്. ബിസിനസ്സിലൊക്കെ പുരോഗതി, ലാഭവർദ്ധനവൊക്കെ പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക്, അതായത് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക്, അവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ സമയമാണ്. വിവാഹ ആലോചനകൾക്കും അനുകൂല സമയമാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവതിയും തൊഴിലും ഒക്കെ ഉള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ രവിയും ശുക്രനും ഒക്കെ 7ൽ നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് ഈ പൊതുവെ ഇപ്പം 7ാം ഭാവാധിപൻ 7ൽ നിൽക്കുന്നത് വളരെ ദാമ്പത്യപരമായിട്ടൊക്കെ വളരെ ഗുണം ഉണ്ടാക്കുന്ന സമയമാണ്. എങ്കിലും സൂര്യനും ശുക്രനും ഒക്കെ ആ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ദമ്പതിമാർക്ക് ഈ പ്രത്യേകിച്ച് ധർമ്മപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകും. ഈശ്വരചിന്ത, അതുപോലെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക, അതിനൊക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, ആ സൂര്യൻ ആ ഭാവത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ വളരെ സ്ഥാനം, മാന്യത ഒക്കെ കൂടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിതാവിന് കൂടുതൽ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ തന്നെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിലൊക്കെ മികവും മറ്റു നേട്ടങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 11ൽ വരുന്നത് എന്ന് തന്നെ പറയാം. അതുപോലെ പിതാവിന് വിദേശത്തൊക്കെ തൊഴിൽ ഭാഗ്യത്തിനൊക്കെ നേട്ടമുണ്ട്, അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയൊക്കെ ചില നേട്ടങ്ങൾ പിതാവിന് ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പം ജീവിത പങ്കാളിക്കുമൊക്കെ തന്നെ തൊഴിൽ കിട്ടുന്നതിനുള്ളൊരു യോഗവും കൂടെ കാണുന്നുണ്ട്. കാരണം 7ഉം 10ഉം ഭാവാധിപൻ ബുധൻ തന്നെയാണ്. അപ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 നിൽക്കുക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില മേന്മകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. രവിയും ബുധനും ശുക്രനും ഒക്കെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയൊക്കെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്നതിനും പഠനത്തിലൊക്കെ മികവ് പുലർത്തുന്നതിനും സൗഹൃദങ്ങളും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഉന്നതരായിട്ടുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ ഭാവിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും ഒക്കെ ഉള്ള ഒരു യോഗം ഈ ഗ്രഹസ്ഥിതി കൊണ്ട് കാണുന്നുണ്ട്. ധനം ഡീൽ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കെയർ വേണം. കാരണം ലഗ്നം രാശ്യാധിപനായിട്ടുള്ള ഗുരു 6ലാണ് നിൽക്കുന്നത്. ഗുരു 6ൽ നിൽക്കുന്നു, ധനകാരകൻ 6ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതേസമയം മുൻകോപം ഒക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. കാരണം 4ാം ഭാവരാശിയിൽ രാഹു നിൽക്കുന്ന സമയമാണ്. ജന്മരാശ്യാധിപനാണെങ്കിൽ 6ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുടുംബത്തിലൊക്കെ പ്രത്യേകിച്ച് 4ാം ഭാവരാശിയിലൊക്കെ രാഹുവൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവയിലൊക്കെ ഒരു കെയർ ഈ കുറുകളുടെ ഭാഗത്ത് ഉണ്ടായാൽ മറ്റു കാര്യങ്ങൾക്കെല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നു. ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും, അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദത്തിൽ പെടുന്നവർ, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധനും സൂര്യനുമൊക്കെ മിഥുനരാശിയിലേക്ക് രാശി മാറുന്നതും ബുധാദിത്യ യോഗമൊക്കെ ആ മിഥുനരാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും 6ഉം 9ഉം ഭാവാധിപനാണ് ബുധൻ. ഈ 6ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ബുധനും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ 14 രാത്രി 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 6ൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്ന സമയം കൂടെയാണ്. ശുക്രനാണെങ്കിൽ 5ഉം 10ഉം ഭാവാധിപനാണ്.
ആ ശുക്രൻ 6-ൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ ശുക്രൻ, രവി, ബുധൻ ഈ 3 ഗ്രഹങ്ങളാണ് 6-ൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6-ൽ സ്വക്ഷേത്രത്തിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ബന്ധുഗുണമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6-ലേക്ക് വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. കടബാധ്യതയൊക്കെ കുറയ്ക്കുന്നതിന് സഹായകമാണ്. സാമ്പത്തിക ഞെരുക്കമൊക്കെ മാറും. അതുപോലെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊരു റിലീഫ് ഉണ്ടാകും. അതുപോലെ തന്നെ ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങളും മറ്റ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശത്രുക്കളുടെയൊക്കെ ശല്യം പൊതുവേ കുറയും. അതുപോലെ വർക്ക് പ്ലേസിൽ നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഈ സമയത്തുണ്ടാകും. പരീക്ഷകളിലും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും. വ്യവഹാരങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ഒരു വിജയമുണ്ടാകും. അതുപോലെ ബുധനാണെങ്കിൽ 9-ാം ഭാവാധിപനും കൂടിയാണ്. ആ 9-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6-ൽ നിൽക്കുന്നു. 6-ാം ഭാവം എന്ന് പറയുന്നത് 9-ാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ പിതാവിന് തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 11-ലാണ് നിൽക്കുന്നത്. അതിനാൽ സുഹൃത്തുക്കൾക്കോ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മറ്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷമങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അവരുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ ബിസിനസ്സിലൊക്കെ പ്രതീക്ഷിക്കുന്ന നേട്ടം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല. 10-ാം ഭാവത്തിൻ്റെ 9-ാണ് ഈ 6-ാം ഭാവം എന്നുള്ളത് കൊണ്ട് ചിലർക്ക് തൊഴിലിൽ ഡെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ശുക്രൻ 5-ഉം 10-ഉം ഭാവാധിപനാണ്. 5-ഉം 10-ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ആ 6-ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും അതുപോലെ ഈ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറുന്ന സമയമാണ്. 6 നിൽക്കുന്ന ശുക്രനും രവിയും ബുധനും ഒക്കെ തന്നെ 12-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പഠനം, തൊഴിൽ, അതുപോലെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ, അതുപോലെ വ്യവഹാരങ്ങൾ, അതുപോലെ ആത്മീയ കാര്യങ്ങൾ, പരോപകാര പ്രവർത്തനങ്ങൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകൾക്കും അവയുമായിട്ട് ബന്ധപ്പെട്ട് ചെലവ് കൂടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അല്പം കെയർ വേണം. എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലും കെയർ വേണം. കാരണം എന്തെങ്കിലുമൊക്കെ ചതി എതിർലിംഗക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു കെയർ ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം. ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് സൂര്യനും ബുധനും ഒക്കെ ഈ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നതും ബുധാദിത്യ യോഗമൊക്കെ മിഥുന രാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാകും നോക്കാം. കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും 5-ഉം 8-ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ, 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 14 രാത്രി 5-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഇപ്പം ശുക്രൻ 5-ാം ഭാവരാശിയിലുണ്ട്. ശുക്രനാണെങ്കിൽ യോഗകാരകനാണ്, 4-ഉം 9-ഉം ഭാവാധിപനാണ്. അപ്പോൾ 5-ൽ ശുക്രനും രവിയും ബുധനും ഒക്കെ സ്ഥിതി ഉള്ള സമയമാണ്. ബുധാദിത്യ യോഗമൊക്കെ ഇവിടെ ഉണ്ട്. ബുധനൊക്കെ മൗഢ്യം ഉണ്ടെങ്കിൽ തന്നെയും ബുധൻ സ്വക്ഷേത്രത്തിലാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും. ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. പഠനത്തിലൊക്കെ മികവുണ്ടാകുന്ന സമയമാണ്. ഇഷ്ടവിഷയങ്ങളിൽ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂല സമയമാണ്. ടീച്ചേഴ്സിനും ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. പൊതുവെ പ്രതീക്ഷിക്കുന്നതിന് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്ന സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 11-ൽ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ ബിസിനസ്സിലെ പുരോഗതിക്ക് സാധ്യതയുണ്ട്. വരുമാനം, ലാഭവർദ്ധനവ് ഒക്കെ ബിസിനസ്സിൽ ഉണ്ടാകാൻ
അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ സർക്കാരുമായിട്ട് ബിസിനസ് കരാർ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കരാറുകൾക്കൊക്കെ അനുകൂല സമയമാണ്. ജീവിത പങ്കാളി വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യത കാണുന്നു. അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ തന്നെ പൊതുവെ ഈ കുറുകാരുടെ ജീവിത വിജയത്തിനൊക്കെ പൊതുവെ സഹായകമാകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പം ശനി 7 ദൃഷ്ടി ചെയ്യുന്നു എങ്കിലും 30 മുതൽ ആ ശനിക്ക് വക്രസ്ഥിതി വരുന്നുണ്ട് എന്നതിനാൽ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിലും അവയൊക്കെ ക്രമേണ കുറയുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ശുക്രനും രവിയും ഒക്കെ ബന്ധം ഉള്ള സമയമായതുകൊണ്ട് ഈ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. കമിതാക്കൾക്ക് ചിലർക്ക് ഈ പ്രണയബന്ധമൊക്കെ വിവാഹത്തിലേക്കൊക്കെ നീങ്ങുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകും. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. യോഗകാരകനായിട്ടുള്ള ശുക്രൻ 5 സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ സുഖം സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ഈ കുറുകാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഗൂഢനീക്കങ്ങൾ നടത്തുന്നവർ പൊതുവെ പരാജയപ്പെടും എന്ന് തന്നെ മനസ്സിലാക്കുക. കേസുകളിലൊക്കെ പെടുന്ന ഇപ്പോൾ ഈ ഗൂഢനീക്കങ്ങളൊക്കെ നടത്തുന്നവർ ചിലപ്പോൾ എന്തെങ്കിലും കേസുകളിലൊക്കെ പെടുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ സൂര്യൻ 12ന്റെ 6ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ബുധൻ 8ാം ഭാവാധിപത്യം ഉണ്ട്. അതുപോലെ സൂര്യൻ 12ന്റെ 6ലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ബുധനാണെങ്കിൽ 8ാം ഭാവാധിപത്യം ഉള്ളതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. സന്താനങ്ങൾ അവരുടെ പ്രവൃത്തികളൊക്കെ ഒന്ന് നിരീക്ഷിക്കേണ്ടുന്ന സമയമാണ്. അതുവഴി അവർക്കെന്തെങ്കിലും ദുഷ്പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും, അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ബുധൻ മിഥുനരാശിയിലേക്ക് വരുന്നതും സൂര്യൻ മിഥുനരാശിയിലേക്ക് വരുന്നതും ബുധാദിത്യ യോഗമൊക്കെ മിഥുനരാശിയിൽ വരുന്നതും എന്താ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. അപ്പോൾ മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും 4ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ബുധനും അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ 14 രാത്രി 4ാം ഭാവരാശിയിലേക്ക് സുഖഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ശുക്രനും 4ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അങ്ങനെ 4ല് 3 ഗ്രഹങ്ങൾ, ശുക്രൻ, സൂര്യൻ, അതുപോലെ ബുധൻ, ഈ 3 ഗ്രഹങ്ങൾ 4ല് സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പം 4ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4ൽ സ്വക്ഷേത്രത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ഈശ്വര കടാക്ഷം കിട്ടുന്നതിന് അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും അനുകൂലമായ സമയമാണ്. വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. അതേസമയം 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4ല് സുഖസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ വീട്, വാഹനം, വസ്തുക്കൾ ഇവ വാങ്ങുന്നതിന് നമ്മൾ വായ്പകൾക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നതിന് അനുകൂല സാഹചര്യമാണ്. അല്ലെങ്കിൽ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറും, വായ്പകളൊക്കെ ലഭിക്കും. അതേസമയം ഈ സ്ഥാവര വസ്തുക്കളുമായി ബന്ധപ്പെട്ട്, അതായത് വസ്തുക്കളൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം കെയർ വേണം. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള രേഖകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വേണം നമ്മൾ ക്രയവിക്രയമൊക്കെ നടത്തേണ്ടത്. അതുപോലെ കുടുംബ വസ്തുക്കളിൽ പ്രത്യേകിച്ച് 6ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം 4ാം ഭാവരാശിയിൽ നിൽക്കുമ്പോൾ, ഫാമിലി സ്ഥലത്തിലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുടുംബ വസ്തുക്കളെ ചൊല്ലിയൊക്കെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആ ഭാവത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശത്രുക്കൾക്കൊക്കെ വിജയം ഉണ്ടാകുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കി തർക്കങ്ങളിലോ കേസുകളിലോ ഒക്കെ പെടാതിരിക്കാൻ ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ ജന്മരാശിയിൽ രാഹു നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട്
നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു കെയർ വേണം. പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതെ വിവേകപൂർവം ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും റിയാക്ട് ചെയ്യുമ്പോൾ അത് പ്രകോപനപരമാകാതിരിക്കാനും ഈ കുറുകാർ ശ്രദ്ധിക്കണം. അതുപോലെ ബുധൻ 7ാം ഭാവാധിപനുമാണ്. ആ ഭാവത്തിൻ്റെ 10ലാണ് ആ ബുധൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിക്ക് തൊഴിലിൽ ഉയർച്ചയ്ക്കും ആ തൊഴിൽ വഴി നേട്ടത്തിനുമൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിലില്ലാത്ത ജീവിത പങ്കാളിയെ തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടുന്നതിനും അനുകൂല സമയമാണ്. അതുപോലെ രവിയും ബുധനും ശുക്രനും ഒക്കെ തന്നെ ഈ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ പ്രത്യേകിച്ച് 11 ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ കുറുകാർക്ക് തൊഴിൽ വഴിയൊക്കെ ഉയർച്ച, അല്ലെങ്കിൽ തൊഴിലിൽ നിന്നൊക്കെ നേട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ തൊഴിൽ അന്വേഷകർക്കൊക്കെ അനുകൂല ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. തൊഴിലിലൊക്കെ പൊതുവെ ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു സഹായം ഈ കുറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളുണ്ടാകും. അതുവഴിയൊക്കെ വലിയ നേട്ടങ്ങൾ ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം. ദാമ്പത്യ ബന്ധം സന്തോഷകരമാണ്. എങ്കിലും രവിയും ശുക്രനൊക്കെ ആ 4 സ്ഥിതി ചെയ്യുമ്പോൾ കുടുംബത്തിൽ അല്പാഭിപ്രായ വ്യത്യാസം, പ്രത്യേകിച്ച് ഈ ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.